പ്രാരംഭ പ്രാർത്ഥനയാണ്. കൈകെട്ടി നിന്നാൽ ആദ്യമായി നിർവഹിക്കാനുള്ള പ്രാർത്ഥന അതാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് നിസ്കാരം ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അതാണ് പ്രാരംഭ പ്രാർത്ഥന എന്നർത്ഥം. ഹദീസുകളിൽ പല നിലക്ക് പല സന്ദർഭങ്ങളിൽ പല പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഏതും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രബലമായതും ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നമസ്കാരങ്ങളിൽ അധികവും ചെയ്യാറുണ്ടായിരുന്നതുമായ ഒരു പ്രാർത്ഥനയാണ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കബ്ബറ ഫി സ്വലാത്തി സകത ഹുനൈഹതൻ ഖബല അൽ ഖിറാഅ فقلت يا رسول الله بأبي أنت وأمي أرأيت سكوتك بين التكبير والقراءة ما تقول؟ قال أقول اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالثلج والماء والبرد. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ സംഭവം പറയുന്നത്. നബി തിരുമേനിയുടെ പതിവായിരുന്നു ഇദാ കബ്ബറ ഫിസ്സലാ, നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ സക്കത്ത ഹുനൈഹത്തൻ, ഹുനൈഹത്ത് എന്ന് പറഞ്ഞാൽ ഖസീർ എന്നർത്ഥം, കുറച്ച് സമയം നബി മിണ്ടാതെ നിൽക്കും. കൈകെട്ടി നിന്നാൽ പിന്നെ നബി ഉറക്കം ഓടുന്നതിന്റെ മുമ്പ് കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. അതായത് ഒരു ശാന്തത ഞങ്ങൾക്ക് അനുഭവപ്പെടും. ഖബലൽ ഖിറാഅത്തി, ഓത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ്. ഫഖുൽതു, അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അറഅയ്ത സുകൂതക ബൈന തക്ബീരി വൽ ഖിറാഅ, അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെയും പിന്നെ നിങ്ങൾ ഫാത്തിഹ ആരംഭിക്കുന്നതിന്റെയും മുമ്പ് കുറച്ച് സമയം നിങ്ങൾ ഇങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, മാ തഖൂലു, എന്താണ് നിങ്ങൾ ആ സമയത്ത് പറയാറുള്ളത്, എന്താണ് നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് നബിയോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. അപ്പൊ കാല റസൂലുള്ള മറുപടി കൊടുത്തു, അഖൂലു, നിങ്ങൾക്ക് ആ മിണ്ടാതിരിക്കുന്നതായി തോന്നുന്ന ആ സമയം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന നമ്മൾ സാധാരണയായിട്ട് വജ്ഹത്തു വജ്ഹിയല്ലതി, അതും ഹദീസിൽ വന്നതാണ്. എന്നാൽ ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥന ഇതാണ് എന്നാണ് മുഹദ്ദിസീങ്ങളൊക്കെ രേഖപ്പെടുത്തി കാണുന്നത്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ ثوبുൽ അബിയദു മിനദ് ദനസ് അല്ലാഹുമ്മ ഇഗ്സിൽനി മിൻ ഖതായായ ബിസ്സൽജി വൽ മാഇ വൽ ബറദ്. ഞാൻ ഇതൊന്നുകൂടെ ആവർത്തിച്ചത് ഇത് വീണ്ടും കേൾക്കുന്ന ആളുകൾക്ക് വീണ്ടും അതിന്റെ ആ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ അത് മനസ്സിലാക്കി തീർക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് എന്താണ് ഇതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാഇദ് ബൈനി, ബാഇദ് നീ അകറ്റണമേ, ബൈനി വബൈന ഖതായായ എന്റെയും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് പാപങ്ങളുടെയും ഇടയിൽ, കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് കിഴക്കും പടിഞ്ഞാറും നീ അകറ്റി നിർത്തിയതുപോലെ, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്രമാത്രം അന്തരവും വിദൂരവുമുണ്ടോ അതേപോലെ എന്നെയും എന്റെ പാപങ്ങളെയും തൊട്ട് നീ അകറ്റി നിർത്തണമേ. ഒരുപാട് പാപങ്ങൾ എന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. ആ പാപങ്ങളെല്ലാം പടച്ചവനെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ എത്രമാത്രം അകറ്റിയോ അതേപോലെ എന്നെയും എന്റെ തിന്മകളെയും നീ അകറ്റണമേ. അതല്ലെങ്കിൽ തിന്മയിലേക്ക് എനിക്ക് അടുക്കാൻ പറ്റാത്തത്ര രൂപത്തിൽ നീ എന്നെ അത്രയും സംരക്ഷിച്ചു നിർത്തണമേ. ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ തുടക്കത്തിലാ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ആവശ്യം, അല്ലാഹുമ്മ, അല്ലാഹുവേ, നഖ്നി, നീ എന്നെ ശുദ്ധീകരിക്കണമേ, മിൻ ഖതായായ എന്റെ പാപങ്ങളിൽ നിന്ന്. ഏതുപോലെ ശുദ്ധീകരിക്കണം? കമാ യുനഖ്ഖ ثوبുൽ അബിയദു മിനദ് ദനസ്, തൂവെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നുവോ അതേപോലെ എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ ശുദ്ധീകരിക്കണമേ. മൂന്നാമത് പറയുന്നത്, അല്ലാഹുമ്മ ഇഗ്സിൽനി മിൻ ഖതായായ ബിസ്സൽജി വൽ മാഇ വൽ ബറദ്. അല്ലാഹുവേ, ഇഗ്സിൽനി, നീ കഴുകി ശുദ്ധീകരിക്കണമേ, കഴുകിക്കളയണമേ, മിൻ ഖതായായ എന്റെ പാപങ്ങളെ, ബിസ്സൽജി മഞ്ഞുകണം കൊണ്ടും, വൽ മാ ശുദ്ധജലം കൊണ്ടും, വൽ ബറദ് ഹിമം കൊണ്ടും എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചേക്കാവുന്ന സകല ശുദ്ധീകരണ വസ്തുക്കൾ മുഖേനയും എന്റെ പാപത്തിന്റെ കറനി കഴുകിക്കളഞ്ഞു തരണമേ തമ്പുരാനെ എന്നിങ്ങനെ അള്ളാഹുവിനോട് പാപമോചനത്തെ അർപ്പിച്ചുകൊണ്ടുള്ള വളരെ അർത്ഥവത്തായ എന്നാൽ ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഇത്.
ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. അപ്പൊ ഈ പ്രാർത്ഥനയും നമുക്ക് പരിചയമില്ലാത്തൊരു പക്ഷേ പ്രാർത്ഥനയായിരിക്കും ഇത്. നമുക്കൊക്കെ അറിയാവുന്നത് വജ്ഹതു വജ്ഹിയലില്ലതാണ്, അതും സുന്നത്തിൽ വന്നതാണ്. എന്നാൽ ഇതും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ കമാ യുനഖ അസ്സൗബുൽ അബിയദു മിനദ് ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽസൽജി വൽ മാഇ വൽ ബറദ്. ഈ പ്രാർത്ഥനയും കൂടെ നമ്മൾ പഠിച്ചു വെക്കുകയും സൗകര്യമാവുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥനയും നിർവഹിക്കുന്നത് നല്ലതാണ്.